നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ കരിയർ സാൻഡോസ് വിട്ടാൽ എങ്ങോട്ടെന്നുള്ള ചോദ്യമുണ്ട്. ഈ ഡിസംബർ വരെയാണ് താരത്തിന് സാൻഡോസിൽ കോൺട്രാക്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ മാസങ്ങൾ, ഒരു 3-4 മാസം കൂടി. അത് കഴിഞ്ഞാൽ എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് നെയ്മർ ഇതുവരെ വ്യക്തമായ മറുപടി തന്നിട്ടില്ല. ഡിസംബർ കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്ന അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മുൻ ബ്രസീലിയൻ താരം ഫിലിപ്പെ മെലോ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഫിലിപ്പെ മെലോ പറയുന്നത് നെയ്മർ ജൂനിയർ ഇന്റർ മയാമിയിലേക്ക് എത്തിയേക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ ഇന്റർ മയാമിയിൽ അവസാനിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഫിലിപ്പെ മെലോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. നല്ല സാധ്യതയുണ്ട് നെയ്മർ ജൂനിയർ 2027 ജനുവരി മുതൽ ഇന്റർ മയാമിയിൽ കളിക്കാൻ. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ ക്ലബ്ബിൽ ഓൾറെഡി മെസ്സിയും കാസമിറോയും ലൂയിസ് സുവാരസും ഒക്കെയുണ്ട്. സോ നെയ്മർ ജൂനിയർക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അതാണ് നെയ്മർ ജൂനിയറുടെ കരിയർ അവസാനിപ്പിക്കാനുള്ള മോസ്റ്റ് ലൈക്ലി ഡെസ്റ്റിനേഷൻ എന്നാണ് ഇപ്പോൾ ഫിലിപ്പെ മെലോ പറയുന്നത്. തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അവിടെ മെസ്സി ഉണ്ട്, സുവാരസ് ഉണ്ട്, പഴയ ബാഴ്സലോണയിൽ MS സെൻത്രയത്തിൻ്റെ ഭാഗം നെയ്മർ ജൂനിയറുടെ കട്ട ഫ്രണ്ട്സാണ്. കൂടാതെ ബ്രസീലിയൻ ദേശീയ ടീമിലെ നെയ്മറുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള കാസമിറോയും അവിടെയുണ്ട്. നെയ്മർക്ക് വളരെ സന്തോഷവാനായിട്ട് അവിടെ കളിക്കാൻ പറ്റും. ഇപ്പോൾ സാൻഡോസിലുള്ള പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവും എന്ന് കരുതുന്നില്ല. ആരാധകരുമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. കുറച്ചുകൂടി പ്രശ്നങ്ങളില്ലാതെ, പ്രഷറില്ലാതെ നെയ്മർക്ക് അവിടെ കളിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള നീക്കം ഇന്റർ മയാമി നടത്തുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം നെയ്മറുടെ സുഹൃത്തായ ഫിലിപ്പെ മെലോ പറയുന്നു നെയ്മർ ഇന്റർ മയാമിയിലേക്ക് പോകാൻ പോവുകയാണ്. ജനുവരി മുതൽ നമുക്ക് നെയ്മറെ ഇന്റർ മയാമിയിൽ കാണാമെന്ന്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.